അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽ മഹ്ലൂൽ മീഡിയ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബഹുമാനികളെ, മനുഷ്യന്റെ ജീവിതം പ്രയാസവും ദുഃഖവും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും സന്തോഷവും എല്ലാം നിറഞ്ഞതാണ്. ചില സമയത്ത് സന്തോഷമുള്ള അവസ്ഥയുണ്ടാകും, വേറൊരു സമയത്ത് പ്രയാസം ഉള്ള സമയവും ഉണ്ടാകും. അജബല്ലി അംദിൽ മുഅ്മിൻ, മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ കാര്യം വലിയ അത്ഭുതമാണ്. സന്തോഷമുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അവൻ അൽഹംദുലില്ലാഹ് എന്ന് അള്ളാഹുവിനെ സ്തുതിക്കും. അതേസമയം പ്രയാസവും ദുഃഖവും വിഷമവും ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് അവൻ ക്ഷമിക്കുകയും ചെയ്യും. ക്ഷമിക്കുകയാണെങ്കിലും സ്തുതിക്കുകയാണെങ്കിലും ഒക്കെ മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് അവനക്ക് ഗുണകരമാണ്. ജീവിതത്തിൽ ചിലപ്പോൾ പ്രയാസങ്ങൾ ഉണ്ടാകും. എപ്പോഴും ഒരേ അവസ്ഥ തന്നെ ആകണം എന്നില്ല. ബിസിനസ് മേഖലയാണെങ്കിലും അല്ലെങ്കിൽ മറ്റ് മേഖലകളാണെങ്കിലും ഒക്കെ ചില ഘട്ടങ്ങളിൽ അതൊക്കെ തകർന്നേക്കാം. എന്നാൽ ഇങ്ങനെ ബിസിനസ് മേഖലയും അതുപോലെ മറ്റ് ഉള്ള വ്യാപാര മേഖലയൊക്കെ തകരുന്ന സമയത്ത് ഒരു മുഅ്മിനായ മനുഷ്യൻ അസാ റബ്ബുനാ അൻ യുബ്ദിലനാ ഖൈറൻ മിൻഹാ ഇന്നാ ഇലാ റബ്ബിനാ റാഗിബൂൻ എന്ന് അവൻ പറയും. അള്ളാഹുവിലേക്ക് അവന്റെ മനസ്സ് തിരിക്കും. ഒരു മുഅ്മിനായ മനുഷ്യന് സന്തോഷം ഉണ്ടാകുമ്പോഴും പ്രയാസമുണ്ടാകുമ്പോഴും ഒക്കെ സർവശക്തനായ റബ്ബുൽ ഇസ്സത്തിന്റെ ഖളാ ആണ്, വിധിയാണ് എന്ന നിലക്ക് ഓൻ സന്തോഷിക്കുകയും അതിൽ അവൻ ക്ഷമിക്കുകയും ഒക്കെ ചെയ്യും. ഇതാണ് മഹാനായ റസൂലുള്ളാഹി പറഞ്ഞത്, മുഅ്മിനായ മനുഷ്യന്റെ കാര്യം വലിയ അത്ഭുതമാണ് എന്ന്. നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടായി, നമ്മുടെ ബിസിനസ് മേഖല ഒന്ന് തകർന്നു എന്ന് വെച്ചാൽ അതിൻ്റെ പേരിൽ നാം ദുഃഖിച്ച് ടെൻഷനായി കഴിഞ്ഞുകൂടുകയല്ല വേണ്ടത്. മറിച്ച് റളീനാ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ്യ എന്ന് പറഞ്ഞു റബ്ബിലേക്ക് അവന്റെ എല്ലാ കാര്യങ്ങളും തിരിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും അവൻ പ്രയത്നിക്കുകയാണ് വേണ്ടത്. ഒരു വിഷയത്തിൽ അല്പം പ്രയാസങ്ങൾ ഉണ്ടായേക്കാം, എന്നാൽ മറ്റൊരു സമയത്ത് അവനക്ക് അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അവനക്ക് നൽകി ആ വിഷയത്തിൽ അവനക്ക് വിജയം കണ്ടെത്താൻ കഴിയും. വിജയത്തിന്റെ ചവിട്ടുപടിയാണ് പരാജയം എന്നത്. പരാജയം ഉണ്ടാകുമ്പോൾ അതിൽ അവൻ ചിന്തിക്കുകയും എവിടെയാണ് പരാജയം സംഭവിച്ചത് എന്ന് നോക്കി അതിന് അവൻ പരിഹാരം കാണുകയും ആ വിഷയം തിരുത്തി അവൻ വീണ്ടും മുന്നേറുകയുമാണ് വേണ്ടത്. അപ്പോൾ അല്ലാഹു തആല അവനിക്ക് കാര്യങ്ങൾ വീണ്ടും എളുപ്പമാക്കി കൊടുക്കും. ഇങ്ങനെ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അള്ളാഹുവിനോട് അവൻ പ്രാർത്ഥിക്കുക, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന ദിക്ർ 40 പ്രാവശ്യം ചൊല്ലി അള്ളാഹുവിനോട് ദുആ ചെയ്യുക. 40 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന് ദിക്ർ ചൊല്ലി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് അവന്റെ ഒരു ദിവസം മാത്രമല്ല ഇത് പ്രാർത്ഥിക്കേണ്ടത്,
പല ദിവസങ്ങളിലും ഇങ്ങനെ നാം പ്രാർത്ഥിക്കുകയാണെങ്കിൽ അല്ലാഹു തആല അവനിക്ക് ഖൈറായ കാര്യങ്ങളൊക്കെ അവനക്ക് പകരമാക്കും. തൽക്കാലം ഉണ്ടായ ആ പ്രയാസത്തിൽ നിന്ന് അല്ലാഹു തആല അവനെ രക്ഷപ്പെടുത്തുകയും ചെയ്യും. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ പ്രയാസങ്ങൾ വന്നാൽ ഒരിക്കലും നാം നിരാശപ്പെടുകയോ അല്ലെങ്കിൽ അതിന് വേവലാതിപ്പെടുകയോ ടെൻഷനാവുകയോ ചെയ്യാതെ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന് ചൊല്ലി അള്ളാഹുവിനോട് നാം പ്രാർത്ഥിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഖൈറും ബറക്കത്തും നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.